അടയ്ക്ക കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വിലയിടിവ്. കിലോയ്ക്ക് 500 രൂപ വരെ ഉണ്ടായിരുന്ന പഴയ അടയ്ക്കയ്ക്ക് 340 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. വിദേശ രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് അടയ്ക്ക ഇറക്കുമതി ചെയ്യുന്നതാണ് വില കുറയാൻ പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതിനോടൊപ്പം ഉൽപ്പാദനക്കുറവും കർഷകന്റെ പ്രതിസന്ധി കൂട്ടുകയാണ്. നാളികേരം, റബ്ബർ തുടങ്ങിയ കാർഷിക വിളകൾക്ക് വില കുറയുമ്പോൾ കർഷകന്റെ ആശ്വാസം അടയ്ക്കയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടയ്ക്കവിലയും കൂപ്പുകുത്തിയതോടെ കർഷകന്റെ ജീവിതം ദുരിതത്തിലേക്ക് നീങ്ങുന്നു. പഴുത്ത അടയ്ക്കയുടെ വില 80-ൽ നിന്ന് 64-ഉം പച്ച അടയ്ക്ക വില 56-ൽ നിന്ന് 46-ലേക്കും കൂപ്പുകുത്തി. വിലയിടിവിനോടൊപ്പം ഉൽപാദനക്കുറവും കർഷകനെ അലട്ടുകയാണ്. അടയ്ക്കയുടെ വിലയെപ്പറ്റി മാർക്കറ്റിൽ വളരെ ആശങ്കയാണ്. കഴിഞ്ഞ വർഷം 80 രൂപ കിട്ടിയിരുന്ന അടയ്ക്കയ്ക്ക് ഇത് 60-62 രൂപയിൽ എത്തിയിരിക്കുകയാണ്. കൊട്ടടയ്ക്കയുടെ വിലയാണെങ്കിലും ഏതാണ്ട് 400-500 രൂപ കിട്ടിയിരുന്ന സ്ഥലത്ത് അത് 300-340 രൂപയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇനിയും താഴാൻ സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കർഷകർ പരിപാടി നിർത്തി പോകേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. നാടൻ അടക്കയേക്കാൾ ഗുണനിലവാരമുള്ള വിദേശ ഇനം അടക്കകൾ വിപണി കീഴടക്കുന്നുണ്ട്. ശ്രീലങ്ക, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അടക്കകളാണ് കൂടുതലും എത്തുന്നത്. അടക്കക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ 400-410 രൂപ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ അടുത്തോട് കൂടി 320-330 പുതിയ മാർക്കറ്റായി. പഴയത് 360, 65, 70. ഇപ്പോൾ വളരെ കുറവായിട്ട് നിൽക്കുകയാണ്. കർഷകർക്ക് തീരെ ഉൽപ്പാദനം വളരെ കുറവാണ്. ഇപ്പോൾ വില കൂടുന്നില്ല. നേരത്തെ ഉണക്കി സൂക്ഷിച്ച അടക്കകളുള്ള കർഷകരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. കമുകിനുണ്ടായ രോഗബാധ കർഷകന്റെ ദുരിതം ഇരട്ടിയാക്കി. കമുക് തോട്ടങ്ങൾ പാട്ടത്തിനെടുത്തും പണം കടം വാങ്ങിയും കൃഷി ചെയ്തവരുടെയും അവസ്ഥ ദയനീയമാണ്. അടയ്ക്ക ഉൽപാദനം കുറയുമ്പോൾ വില കൂടാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ അതില്ല. വിദേശത്തു നിന്നും അടക്കകൾ ഇറക്കുമതി ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഇറക്കുമതിക്ക് നിയന്ത്രണം വേണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. റബ്ബറും തെങ്ങും ചതിക്കുമ്പോൾ കർഷകന് പിടിവള്ളിയായി നിന്നിരുന്നത് അടയ്ക്കയാണ്. കഴിഞ്ഞ വർഷത്തിന്റെ പകുതി വിലയെ ഇത്തവണ അടയ്ക്കുള്ളൂ. വിലയിടിവിനൊപ്പം ഉൽപ്പാദനവും കുറഞ്ഞത് കർഷകരുടെ നടുവൊടിച്ചു. പ്രതികരണങ്ങളിലേക്ക്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈ അടയ്ക്കയിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വലിയ രീതിയിൽ വില കുറയുന്നത് വലിയ ആശങ്കയാണുള്ളത്. മലയോര കർഷകരുടെ നിലനിൽപ്പിനെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറുകയാണ്. തീർച്ചയായിട്ടും അടിയന്തരമായി കൃഷി വകുപ്പും സർക്കാരും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ കൊല്ലത്തെ കാലാവസ്ഥ കൃഷിക്കാരന് വളരെ പ്രതികൂല കാലാവസ്ഥയായിപ്പോയി. അതുകൊണ്ട് ഉൽപ്പാദനവും കുറഞ്ഞുപോയി. അത് രാഷ്ട്രീയ മേഖലയ്ക്ക് ആകെ ഭയങ്കര തകർച്ചയായിട്ട് പോയി. ആ തകർച്ച രക്ഷപ്പെടണമെങ്കിൽ അടയ്ക്ക വില കൂടണമായിരുന്നു. നമുക്ക് നമ്മുടെ കവുങ്ങ് കർഷകരെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ട നല്ല രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മുടെ സർക്കാരുകൾ എടുക്കുകയും അവരെ മറ്റ് ആനുകൂല്യങ്ങളും കൊടുത്ത് പിടിച്ചു നിർത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇല്ല, കച്ചവടം ഇല്ല. ഇപ്പോൾ കണ്ടോ, ആകെ വെളുത്തിരിക്കുക. കച്ചവടം ഇല്ല, സാധനം വരുന്നില്ല. കാരണം ആൾക്കാരുള്ള ആൾക്കാർ കൊണ്ടുവരുന്നുമില്ല. കാരണം വില ഇല്ലാത്തതുകൊണ്ട്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.